ആ വൈപ്പർ വല്ല വന്നിട്ടേ വൈപ്പറിലൊക്കെ ലൈറ്റ് ഉണ്ടോ? ആ വേറെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ സ്ക്വയറായിട്ട് കത്തിയുന്ന വേറെ ഉണ്ടായിരുന്നല്ലോ. അത് കത്തത്തില്ലായിരിക്കും. കണ്ടാൽ ആംബുലൻസ് ആണെന്ന് പറയില്ല. ടൂറിസ്റ്റ് ബസ്സുകളെ വെല്ലുന്ന ലൈറ്റുകൾ. പത്തനംതിട്ട കുളനടയിൽ ആംബുലൻസ് തടഞ്ഞ 11,780 രൂപ പിഴയിട്ട RTO. അമിതമായ ലൈറ്റുകൾ നീക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹനം ഹാജരാക്കാനും നിർദ്ദേശം. കൊട്ടാരക്കരയിൽ നിന്നും രോഗിയുമായി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്ന ആംബുലൻസ് ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ തടഞ്ഞു പരിശോധിക്കുകയായിരുന്നു. പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് RTO സ്പെഷ്യൽ സ്ക്വാഡാണ് പിഴയിട്ട്. എന്തിനാണ് ഇത്ര ലൈറ്റുകൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആംബുലൻസിൽ കാരണം ഫ്രണ്ടിൽ 2 ലൈറ്റ്, മേളിലും ലൈറ്റ്. എന്തിനാണ് ഈ ആഡംബരമായിട്ട്? പിന്നെ ഒരുപാട് ലൈറ്റ് ഇങ്ങനെ, അത് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ നമുക്ക് പിന്നെ സഹിക്കാം. പിന്നെ ഈ മാതിരിയുള്ള ഡെക്കറേഷൻ പുറത്തെ ലൈറ്റ് പിന്നിക്കൊണ്ട് പോകുന്നത് മറ്റു വാഹനങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ മനസ്സിലായി, മറ്റു വാഹനങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്താണ്, അപ്പോൾ അത്ര സീനില്ല. നമ്മളെങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ കിടക്കുന്നത് മിന്നണ ലൈറ്റ് കാണുമ്പോൾ ചില ആളുകളുടെ മൈൻഡ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വണ്ടി ഓടിച്ച് വേറെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ ബൈക്ക് യാത്രികരുടെ ഈ മാരികളിൽ ലൈറ്റൊക്കെ ഇങ്ങനെ ഇതടിക്കുമ്പോൾ ചില അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഈ MVD ഉദ്യോഗസ്ഥർ അത് കണ്ട് പിടിച്ച ലൈറ്റ് പ്രധാനമായിട്ട് നീക്കം ചെയ്തതിൽ അതിൽ അഭിനന്ദിച്ചേ പറ്റും. കാരണം നമുക്കത് പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. അതൊരു വണ്ടിയൊക്കെ നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ ലൈറ്റ് ഇങ്ങനെ പുറത്തല്ല, നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെയൊക്കെ അകത്തിരുന്നാലേ അത് പുറത്തേക്ക് അങ്ങനെ വരില്ലെന്നില്ലോ. ഇതാണെങ്കിൽ പുറത്തിരുന്ന് ഈ കണ്ടമാനം ലൈറ്റിട്ട് മിന്നികളും നമ്മളൊരു ഇരുചക്ര വാഹനമാണെങ്കിലും ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ മിന്നുന്ന ലൈറ്റിലേക്ക് നമ്മുടെ ശ്രദ്ധ അങ്ങ് പോകും. ചിലപ്പോൾ അത് ഓവറായിട്ട് ഇങ്ങനെ മിന്നുന്നും ഒരു ലൈറ്റ് പ്രശ്നം അത് ഭയങ്കര പ്രശ്നമായി മാറും. ചിലപ്പോൾ ആക്സിഡൻറ്റിലേക്ക് എത്താം. അതുകൊണ്ടായിരിക്കും അവർ ലൈറ്റ് നീക്കം ചെയ്തത്. അപ്പോൾ ഇനി ആംബുലൻസിനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്, അതിന് പ്രത്യേകിച്ച് റൂളുണ്ട്. ആ ലൈറ്റ്, പിന്നെ സൗണ്ട്, പിന്നെ ഫ്രണ്ടിൽ ലൈറ്റ്, അതൊക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും റൂളുണ്ട്. പിന്നെ അതിനനുസരിച്ച് അതിനേക്കാൾ മേലെ വേണമെന്നൊക്കെയുള്ള ഡെക്കറേഷൻ ഉള്ളെങ്കിൽ അതവിടെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ ഉദ്യോഗസ്ഥർ കാണിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്.